Hi friends, welcome to Commerce Bytes. So I am hoping that you people are doing your revision and your studies regularly without any break because of corona. Please don't think that ഇപ്പോൾ കൊറോണ അല്ലേ ഇപ്പോൾ ഞാൻ പഠിക്കുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞ് പഠിക്കാം, ഒരാഴ്ച ലെറ്റ് മീ ടേക്ക് മൈ റെസ്റ്റ്, ഞാൻ നന്നായിട്ട് കൊറോണ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യട്ടെ, അങ്ങനെ വിചാരിക്കരുത് പ്ലീസ്. ഞാൻ നിങ്ങളോട് ബെഗ് ചെയ്യാം. കാര്യം പെട്ടെന്നായിരിക്കും നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഹറിബറിയിൽ പഠിക്കുന്നതിനെല്ലാം ഭേദം ഇപ്പോൾ പയ്യെ കറക്റ്റായിട്ട് ഡീപ്പായിട്ട് പഠിച്ച് പോകുന്നതാണ് നല്ലത്. നൗ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 6 to 7 questions from which the question papers was held on 10th January 2021. എനിക്ക് വേണമെങ്കിൽ ഇത് 2 വീഡിയോസിൽ അല്ലെങ്കിൽ മാക്സിമം പോയ 3 വീഡിയോസിൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഞാനത് ചെയ്യാത്തത്, ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ 4 ഓപ്ഷനിൽ എൻ്റെ സ്റ്റുഡൻസിന്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിന് ആ 4 ഓപ്ഷനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കോട്ടെ. അതോടുകൂടി നമ്മളുടെ ആ പോർഷൻസാണ് അവിടെ കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പോർഷൻസ് കവർ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അതൊരു റിവിഷനാണ്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്തായിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ ഓപ്ഷൻസ് പറയും, ആ എല്ലാ ഓപ്ഷൻസിനെ പറ്റിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് മൂവ് ടു അവർ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 94. An observational method used frequently in learning setting in which the observer summarizes a single development incident after the event has occurred is. Options are cumulative record, option B anecdotal record, option C portfolio, and option D attendance record. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ ഹിയർ ദ ആൻസർ ഇസ് anecdotal record, which means that എന്തെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ കുറച്ച് ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വിൽ ബി റെക്കോർഡിങ് ഇറ്റ് ആസ് എ ഷോർട്ട് സ്റ്റോറി. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് ആ ഒരു രീതിനെയാണ് അനക്ഡോട്ടൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഈ ക്വസ്റ്റ്യനിൽ ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമ്മറൈസസ് എ സിംഗിൾ ഡെവലപ്മെൻറ്റ് ഇൻസിഡൻറ്റ് ആഫ്റ്റർ ദ ഇവൻറ്റ് ഹാസ് ഒക്കേർഡ്. ആ സെയിം സംഭവം തന്നെ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഈ 4 ഓപ്ഷൻസിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റില്ലേ? അതാണ്. ഇപ്പോൾ ഓപ്ഷൻ ഡി നോക്ക്, അറ്റൻഡൻസ് റെക്കോർഡ്. അറ്റൻഡൻസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാമിൻ്റെ കയ്യിലിരിക്കണോ ഭയങ്കര ഒരു വലിയ ബുക്ക്, ആ ബുക്കിൽ എല്ലാവരുടെയും പേരെഴുതും, എല്ലാ ദിവസവും പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മാർക്ക് ചെയ്യുന്നതാണ് അറ്റൻഡൻസ് റെക്കോർഡ്, റൈറ്റ്? സോ അതുപോലെ തന്നെ ഇപ്പോൾ ക്യുമുലേറ്റീവ് റെക്കോർഡും പോർട്ട്ഫോളിയോയും. സോ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ റിപ്പോർട്ട് കാർഡില്ലേ, നമ്മളുടെ ഓരോ സബ്ജക്ട്സിനും നേരെ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജാണ് നമുക്കുള്ളത്, ഏത് ഗ്രേഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആ ഒരു റെക്കോർഡിനെയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ സ്റ്റാർട്ടിങ് മുതൽ, നമ്മുടെ ഫസ്റ്റ് ടേം മുതൽ 3rd ടേം അല്ലെങ്കിൽ 4th ടേം വരെ അക്കോർഡിംഗ് ടു ദ സ്കൂൾ, അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു മാർക്ക് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കണ്ടെയ്ൻസ് ദ റിസൾട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് and judgment held from the time to time during the course of the study of a student, while an anecdotal record is an observation that is written like a short story. That's it. ക്യുമുലേറ്റീവ് റെക്കോർഡിൻ്റെ നേരെ തന്നെ എഴുതി വെച്ചോ റിപ്പോർട്ട് കാർഡിൽ. റിപ്പോർട്ട് കാർഡ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഇനി ആ അനക്ഡോട്ടൽ റെക്കോർഡിൻ്റെ നേരേക്ക് നിങ്ങൾ ലൈക്ക് എ ഷോർട്ട് സ്റ്റോറി, ഒരു ഇൻസിഡൻറ്റ് അതും കൂടി എഴുതി വെച്ചോളൂ. അപ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് എഴുതുന്നത്. അതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി സ്റ്റുഡൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ആ ഒരു വർക്കുകളില്ലേ, ആ ഒരു അക്കാഡമിക്കായിട്ടുള്ള വർക്കും പിന്നെ അത് ഒരു എഡ്യൂക്കേഷണൽ എവിഡൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇയർ ആ കുട്ടി ചെയ്ത വർക്കുകളുടെ ആ ഒരു എവിഡൻസാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്.
നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സ്കൂളുകളിലാണെങ്കിലും എല്ലാ സ്കൂളുകളിലാണെങ്കിലും എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ ഉള്ളിൽ മേ ബി ഓരോ കുട്ടിക്കും ഓരോ പേജായിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു 1 to 3 പേജ്, അങ്ങനെ ഓരോ കുട്ടീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടി സബ്മിറ്റ് ചെയ്തത്, അതിൻ്റെ അതിൻ്റെ ഒരു അസസ്മെൻറ്റ്, അതെല്ലാം കണ്ടക്ട് ചെയ്ത് അവരൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ആ ഒരു ഫയലിങ്ങിനെ, ആ ഒരു രീതിനെയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പിന്നെ അറ്റ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, അറ്റൻഡൻസ് റെക്കോർഡിൽ നമ്മളുടെ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മാർക്ക് ചെയ്യുന്നതാണ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 95. A system of evaluation that allows evaluator to convert the outcome of the student's test or assignment to a grade and adjust the final grade in relation to the grade from other students in the course is. Options are percentage grading, option B absolute grading, option C normal reference grading, and option D relative grading. So the answer here is option D, that is relative grading. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ടുവേർഡ്സ് ദ എൻഡ് നോക്കൂ, ഇൻ റിലേഷൻ ദ ഫൈനൽ ഗ്രേഡ് ഇൻ റിലേഷൻ ടു ദ ഗ്രേഡ്സ് ഫ്രം ദ അതർ ഇൻ ദ കോഴ്സ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദ റീസൺ ഇസ്, ഇപ്പോൾ പേഴ്സൻറ്റേജ് കൊടുത്ത് ഗ്രേഡ് ചെയ്യുക. ഇപ്പോൾ 76%, 84%, 95%, അതാണ് പേഴ്സൻറ്റേജ് ഗ്രേഡിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ബി ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ മാത്സിന് 95% മാർക്സ് ഉണ്ട്, സോ ഐ ആം ഗെറ്റിംഗ് എ ഗ്രേഡ്. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു 75 അല്ലെങ്കിൽ ഒരു 85 ഉള്ളൂ, സോ ബി ഗ്രേഡ്. ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആപ്റ്റായിട്ടുള്ള ഗ്രേഡിങ് കൊടുക്കുന്നതിനെയാണ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ദ നെക്സ്റ്റ് വൺ ഇസ് നോം റെഫേർഡ് ഗ്രേഡിംഗ്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നല്ല അടി വെച്ച് തരും. കാരണം നോം റെഫേർഡ് ഗ്രേഡിങ്ങിൻ്റെ ഒരു ക്ലാസ്സും ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റിൻ്റെ ഒരു ക്ലാസ്സും ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. ഈവൻ ദോ അത് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു തരാം. നോം റെഫേർഡ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നെറ്റ് എക്സാമിന് ഓർക്കുക, NTA കണ്ടക്ട് ചെയ്യുന്ന നെറ്റ് എക്സാമിന് ഓർക്കുക. അതിൻ്റെ ഉള്ളിൽ അവർ പറയുന്നത് ഫസ്റ്റ് 6% ആയിട്ടുള്ള സ്റ്റുഡൻസിന്, എന്ന് വെച്ചാൽ ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു 6% ആയിട്ടുള്ള ആ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും പാസ്സായി ഇറങ്ങിപ്പോകുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ടോപ്പിൽ നിൽക്കുന്ന 6%, അതാണ് അവരുടെ ഒരു റൂള്, അവരുടെ ഒരു നോം, NORM, നോം. ഓക്കെ, ആ സ്ഥാനത്ത് ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റ് ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ സെറ്റിൻ്റെ എക്സാം തന്നെ എടുക്കൂ. 40% മാർക്ക് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ ദെൻ യു ക്യാൻ പാസ്. 40% മാർക്ക് പേപ്പർ 1നും സെപ്പറേറ്റ് ആയിട്ട് പേപ്പർ 2നും, ഇൻ ടോട്ടൽ 48% മാർക്ക് ഉണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഗോ ത്രൂ ഇറ്റ് ആൻഡ് യു ക്യാൻ ക്രാക്ക് ദ എക്സാം. അതാണ് അവരുടെ കണ്ടീഷൻ. അത് എത്ര പേരായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ ഒരു 100 സ്റ്റുഡൻസ് ആയിരിക്കും അങ്ങനെ പാസ്സാവുന്നത്, അല്ലെങ്കിൽ ഒരു 200 സ്റ്റുഡൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ദേ ഡസൻറ്റ് മാറ്റർ. അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിന് മുകളിൽ ആ കുട്ടികൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ദേ ആർ പാസ്ഡ്. ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ഞാൻ നെറ്റ് പാസ്സാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇസ് റിലേറ്റീവ് ഗ്രേഡിംഗ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ടുവേർഡ്സ് ദ എൻഡ്, ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങി ഞാൻ പറയുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ്റെ ടുവേർഡ്സ് ദ എൻഡ് നോക്കണം. അതിൽ നമുക്ക് അവിടെ കീവേഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നു. എത്ര സ്റ്റുഡൻസ് അത് ഫോളോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിതിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അതിൻ്റെ സ്റ്റാർട്ടിങ് വായിക്കണ്ട എന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചോ, പക്ഷേ കീവേഡ് കിടക്കുന്നത് ടുവേർഡ്സ് ദ ലാസ്റ്റ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൽ തന്നെയുണ്ട് മറ്റു കുട്ടികളെ കമ്പയർ ചെയ്ത് ഒരു ഫൈനൽ ഗ്രേഡ് ഇടുന്നത്. സോ അതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. റിലേഷൻ നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ തട്ടിച്ച് നോക്കുക എന്നൊക്കെ പറയില്ലേ,
അങ്ങനെ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യും. ടീച്ചേഴ്സ് വിൽ ബി കമ്പയറിങ് ദ സ്റ്റുഡൻസ് ആൻഡ് കോളേജ് ക്ലാസ്സസ് ബൈ ദ സ്റ്റുഡൻസ് ഗ്രേഡ് ബൈ കമ്പയറിങ് ദം എഗെയിൻസ്റ്റ് ദോസ് ഓഫ് വിത്ത് ദ പിയേഴ്സ്. അവരുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികളുടെ ഗ്രേഡ് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. ആ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവർ ഇടുന്ന ആ ഒരു ഗ്രേഡിങ്ങിനെയാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The system which provides the facility to search and browse all the hosted content wherein a person can easily access the desired material including the audio, video and textual material. The options are e-content portal, option B web browser and option C URL. ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് URL നല്ല കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. The next one is search engine. So here the answer is option A, that is e-content portals. ഈ e-content പോർട്ടലിലാണ് നമുക്ക് സെർച്ച് ചെയ്യാനോ ഒരു പേഴ്സൺ ക്യാൻ ഈസിലി ആക്സസ് ദ ഡിസൈർഡ് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് ഓഡിയോ, വീഡിയോ ആൻഡ് ടെക്സ്ച്വൽ മെറ്റീരിയൽസ്. ഈ ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് e-content പോർട്ടലിലാണ്. ദ ബിഗ്ഗസ്റ്റ് വൺ ഇസ് വിദ്യാമിത്ര. ഓക്കെ, വിദ്യ, നമ്മൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് അത് ഒരു വിദ്യയാണല്ലോ. ആ ഒരു ഡിസൈൻ മെറ്റീരിയലിനെ, ഓഡിയോ, വീഡിയോ, ടെക്സ്ച്വൽ മെറ്റീരിയലിനെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. e-content പോർട്ടൽ, വിദ്യാമിത്ര. ഓക്കെ. ഈ വെബ് ബ്രൗസർ, ഓപ്ഷൻ ബി വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ അസസിങ്. ആ ഒരു പേരിൽ തന്നെയുണ്ട് വെബ്. അപ്പോൾ വേൾഡ് വൈഡ് വെബ്. വെൻ എ യൂസർ റിക്വസ്റ്റ് എ വെബ് പേജ് ഫ്രം എ പെർട്ടിക്കുലർ വെബ്സൈറ്റ്, എ വെബ് ബ്രൗസർ റിട്രീവ്സ് the necessary content from the web server and then displays the page on the user's device. അതായത് വെബ് സെർവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ലാർജായിട്ട് ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത വെബ് പേജ് അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെബ് സെർവറിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് തരും. ആ ഒരു സംഭവമാണ് വെബ് ബ്രൗസിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ URL എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. URL എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് നമ്മൾ ഈ ഒരു വെബ് അഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, http:// എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ടൈപ്പ് ചെയ്യില്ലേ, ആ ഒരു അഡ്രസ്സിനെയാണ് ഒരു യുണീക്ക് റിസോഴ്സ് ഓൺ ദ വെബാണ് ഒരു അഡ്രസ് ഓഫ് ദ യുണീക്ക് റിസോഴ്സ് ഓൺ ദ വെബ്. ഒരു അഡ്രസ്സാണ്, യുണീക്ക് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ നേരെ തന്നെ എഴുതി വെച്ചോ, യുണീക്കാണ്, അഡ്രസ്സ് ആയിരിക്കും. ദ ലാസ്റ്റ് വൺ ഇസ് സെർച്ച് എൻജിൻ. സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ, യാഹൂ, MSN സെർച്ച്, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. ഒരു യൂസർ ഇൻഫർമേഷൻസ് വേൾഡ് വൈഡ് വെബിൽ നിന്ന് അവർ എനേബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഈ സംഭവത്തിൽ നിന്നാണ്, നമ്മുടെ സെർച്ച് എൻജിനിൽ നിന്നാണ്. അതുപോലത്തെ തന്നെ ഒരു യൂസാണ് വെബ് ബ്രൗസർ. പക്ഷേ ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് വെബ് സെർവറിൽ നിന്ന് നമ്മൾ ചോദിച്ച അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ്റെ പെർട്ടിക്കുലർ പേജിനെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് വെബ് ബ്രൗസിങ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ ടു യു. നൗ ലെറ്റ്സ് ഹാവ് എ short question. The researcher study method involves in-depth and detailed examination of the subject of study as well as its related contextual conditions. Options are historical research, option B case study research, and option C survey research, and option D experimental research. Here the answer is ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് കേസ് സ്റ്റഡി റിസർച്ച്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അവർ ഇൻ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് കേസ് സ്റ്റഡി. ഇൻ ഡെപ്തായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു റിസർച്ചിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ. റിസർച്ച് NTA NET UGC NTA നെറ്റിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും റിസർച്ചിനെ പറ്റി അറിയണ്ടാവും. ഈവൻ ദോ അറിയാത്തവർക്കായി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്യാം. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റി പഠിക്കുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ
ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് എല്ലാം ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി റിസർച്ച് എന്ന് പറയുന്നത്. സർവേസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ അവരോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അങ്ങനെ അവരത് നമുക്ക് ഒരു ആൻസർ തരും. അതിനെയാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് റിസർച്ചാണ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ബട്ട് NTA UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ബേസിക് എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. So now I am going to wind up this session. I'll be catching you in the evening. So let's see at that time. Till then, thank you.